ഞാൻ നിങ്ങളെ സ്വന്തം മലബാറി വ്ളോഗർ. അപ്പോൾ അതാ പാറുക്കുട്ടി രാവിലെ തന്നെ സ്കൂളിൽ പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. ഇരിപ്പ് കണ്ടിട്ട് ഇതെന്തൊരു കുട്ടി, 24 മണിക്കൂറും പഠിക്കണ നല്ലൊരു കുട്ടി നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ. ഇന്ന് ഡിക്റ്റേഷൻ എടുക്കുമെന്ന് ടീച്ചർ പറഞ്ഞതുകൊണ്ട് ഏട്ടൻ ഇന്നലെ പഠിപ്പിച്ചു കൊടുത്തത് അതേപോലെ നോക്കി എഴുതുകയാണേ. ടീച്ചർ ബോർഡിൽ എഴുതി തരൂല, നോക്കി എഴുതാനും പറ്റൂല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഇന്ന് സ്കൂൾ വിട്ട് വന്നാൽ ടീച്ചർ ഒറ്റയ്ക്ക് എഴുതിച്ചു എന്നും പറഞ്ഞിട്ട് ഇവിടെ വന്നൊരു കച്ചേരി നടത്തും. അപ്പോൾ അതാ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ സ്കൂളിൽ നിന്ന് അവർക്ക് പാല് കിട്ടും, അതിലിട്ട് കുടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതാ കണ്ണിമാങ്ങ ഉപ്പിലിട്ടത് വെച്ചിട്ടുണ്ട്. ചേനയും പച്ചക്കായും ചേർത്തൊരു പച്ചക്കറി വെച്ചിട്ടുണ്ട്. സ്നാക്സ് ആയിട്ട് പൂളക്കൊള്ളിയാണ് വെച്ചത്. കുപ്പിയിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ചോറ്റുപാത്രത്തിൽ ചോറൊന്നുമില്ല കേട്ടോ. അവർക്ക് സ്കൂളിൽ നിന്ന് ചോറ് കിട്ടുന്നതുകൊണ്ട് അത് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. എവിടുന്ന് കിട്ടിയേ നോക്കട്ടെ. പുതിയ മാങ്ങ അല്ലേ. ഈ വർഷം ആദ്യമായിട്ട് ഞങ്ങളെ വീട്ടിൽ വീണ മാങ്ങയാണ് കേട്ടോ, പഴുത്തിട്ട് വീണത്. എല്ലാ വർഷവും ആദ്യമായിട്ട് വീഴുന്ന കണ്ണിമാങ്ങയും ആദ്യമായിട്ട് വീഴുന്ന പഴുത്ത മാങ്ങയും ഞങ്ങളെ വീട്ടിലൊരു ചർച്ചാ വിഷയമാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ മാങ്ങ വെച്ച് പോകാൻ പാറുക്കുട്ടിക്ക് ഒരു സമാധാനം ഇല്ലാത്തതുകൊണ്ട് അപ്പം തന്നെ ഇരുന്ന് കഴിച്ചു. ദേഹത്താവണ്ടെന്നും പറഞ്ഞ് ഞാനൊരു തുണി ഇട്ട് കൊടുത്തതാണേ. നല്ല മധുരം ഉണ്ടോയെന്നൊക്കെയാണ് പറയുന്നത്. ഞങ്ങളെ വീട്ടിൽ നിന്ന് 10 മിനിറ്റ് നടക്കാനുള്ള ദൂരേ സ്കൂളിലേക്കുള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ആരെങ്കിലും വീട്ടിലുള്ളവരെ ആക്കി കൊടുക്കാറാണ് പതിവ്. ഇന്നിതാ അച്ചച്ചൻ്റെ കൂടെയാണ് സ്കൂളിലേക്ക് പോകുന്നത്. അപ്പോൾ ബാഗ് ഇട്ടിട്ടുണ്ട്. കിറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി അച്ചച്ചനെ വെയിറ്റ് ചെയ്യുകയാണേ. അതിൻ്റെ ഇടയിൽ എന്നോട് പറയുകയാണ് ഫോണിന് പനിയുണ്ടെന്നും പറഞ്ഞ് തൊട്ട് നോക്കി. എനിക്കെല്ലാം അറിയൂ, ഏട്ടൻ കളിച്ചിട്ട് ഇത്രയും നേരം 100 ഡിഗ്രി ടെമ്പറേച്ചറിൽ ഫോണിനെ പനി പിടിപ്പിച്ചതാണെന്ന്. അങ്ങനെ ദാ അച്ചച്ചനും മോളും സ്കൂളിലേക്ക് പോയിട്ടോ.